ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ളോഗ്. ഇന്ന് പ്ലാമന്തോളുള്ള പാലൂര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവമാണ്. 7 ദിവസമായി രഥോത്സവം തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് രഥോത്സവം കഴിയണത്. അപ്പോൾ അത് തൊഴാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും പാലൂര് വന്നിട്ട് മുരുകനെ തൊഴാറുണ്ട്. അപ്പോൾ ഈ ഒരു വർഷവും എനിക്ക് ഭഗവാനെ തൊഴാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഇതാണ് പാലൂര് മുരുകക്ഷേത്രം. അപ്പോൾ അത്യാവശ്യം ആളുകളും കാര്യമൊക്കെ ഉണ്ട്. ഭയങ്കര ഭംഗിയായിട്ടോ അലങ്കരിച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു വൈകുന്നേരം 2 മണി തൊട്ടുന്ന ഓരോ വേലകൾ ഇപ്പോഴും ഓരോ പരിപാടികളായിട്ട് ഇന്ന് മൊത്തം ഉണ്ടായിരിക്കും. അപ്പോൾ 2 മണിക്ക് ശേഷമാണ് വേലകളൊക്കെ വരാൻ ഒക്കെ അടിപൊളിയാവും. അപ്പോൾ ഓരോ വരവുകൾ ഉണ്ടാവും, അത് കാണാനാവും നല്ല ഭംഗി. പക്ഷെ ഞങ്ങൾ അങ്ങനെ വൈകുന്നേരത്തിന് നിൽക്കണില്ല, എല്ലാ പ്രാവശ്യവും രാവിലെ വരാറാണ്. എന്നിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും പോവും. അപ്പോൾ ഇതാ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഈ 7 ദിവസവും വളരെ വിപുലമായിട്ടുള്ള കാര്യപരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് പുലർച്ചെ വരെ മൊത്തത്തിൽ പരിപാടികളായിരിക്കും. വേലവരവും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് രാത്രി വരെ ഒന്നും നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് രാവിലെ വന്ന് തൊഴുതിട്ട് ഒരു 1:30-2 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ദിവസം മൊത്തം ഇരുന്നതൊക്കെ ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാണ് സാധിക്കുക ഒന്നും അറിയില്ല. അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും എഴുത്തിയമ്മയൊക്കെ ഇരുന്നിട്ട്, കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, കിച്ചൊക്കെ ഓരോ ഇതിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ പിടിച്ചു വെച്ചതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത്യാവശ്യം തിരക്കും കാര്യമൊക്കെ ഉണ്ട്. ഇനി ഒരു 2 മണി കഴിഞ്ഞാൽ നമുക്ക് സൂചി കുത്താനായിട്ട് എന്താ പറയുക സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഈ മുറ്റത്ത് വെച്ചിട്ട് 3 ആനകൾ നിരന്നിട്ട് പിന്നെ കൊട്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാനും അമ്മയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എഴുത്തിയമ്മയുണ്ട്. ചെക്കന്മാരെ കുറേ വിളിച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ മുറ്റത്ത് കൂടെ ഒക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ കിച്ചൂനും ഉണ്ണിക്കണ്ണനെയും കിട്ടിയിട്ടുണ്ട്, ദേവൻകുട്ടിയെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഭഗവാനെ എഴുന്നള്ളിക്കാനുള്ള സമയമായി.
അപ്പോൾ ദാ ആനഞ്ഞി അമ്പലം ചുറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം വേറെ കലാപരിപാടികളാവും. അതിനുശേഷം 2 മണിക്ക് വീണ്ടും തുടങ്ങും. അപ്പോൾ ഓരോ വേലവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ആനകളെ എഴുന്നള്ളിപ്പും കാര്യമൊക്കെ അപ്പോഴും ഉണ്ടാവും. പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം.